ഹായ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. പൊന്നു പ്രേക്ഷകരെ, ഞെട്ടിക്കുന്ന ഒരു ഫോൺ സംഭാഷണം നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. അതായത് നമ്മുടെ രാഹുലിന് സീറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ രമേശ് ചെന്നിത്തല അടക്കം തോൽക്കുമെന്ന് പറയുന്ന ഞെട്ടിക്കുന്ന ഫോൺ സംഭാഷണമാണ്. നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. ഇതെന്തിന് വെക്കുന്നു? ഈ ഒരു ഫോൺ സംഭാഷണം കേട്ടിട്ടെങ്കിലും നമ്മുടെ രാഹുലിന് സീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ രാഹുലിന് സീറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ തകരുന്നത് രാഹുലിന്റെ കരിയർ മാത്രമല്ല, സാക്ഷാൽ കോൺഗ്രസിന് തന്നെ വലിയ രീതിയിൽ ബാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഫോൺ സംഭാഷണം വെക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്, ഇന്ന് മുതൽ കൃത്യം 8 മണിക്ക് എൻ്റെ നമ്പർ ഇതാണ്. അതായത് 8 മണി, രാത്രി 8 മണിക്ക് മാത്രം വിളിക്കണേ. ഇങ്ങനെ ലൈവില് ഞാൻ നിങ്ങളുടെ കോൾ എടുക്കും. നിങ്ങൾക്ക് രാഹുലിനെ കുറിച്ച് പറയാനുള്ള എല്ലാ കാര്യം പറയാം. കൂടുതൽ പേര് വിളിക്കുന്നുണ്ടെങ്കിൽ ഒരു പേര് രണ്ട് മിനിറ്റ് സംസാരിച്ചാൽ മതി. ഓക്കെ, ഇന്ന് രാത്രിയാണ്, 8 മണിക്ക് ഞാൻ ഇരിക്കും. എത്ര പേര് ലൈവിൽ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ രാഹുലിന് വേണ്ടി നിങ്ങൾ പറയണം. അതായത് രണ്ടാഴ്ച നമ്മൾ രാഹുലിന് വേണ്ടി പ്രവർത്തിക്കണം. അന്നെങ്കിൽ നമ്മുടെ രാഹുലിന് സീറ്റ് കിട്ടും. അതുകൊണ്ടാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നമ്മുടെ രാഹുലിന് സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ വലിയ ആപത്താണ്, കോൺഗ്രസ് തന്നെ തകർക്കും. അതുകൊണ്ട് നമ്മൾ പോരാടാം രാഹുലിന് വേണ്ടിയിട്ട്. ഇന്ന് ആ ഒരു ഫോൺ സംഭാഷണം ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് സരിന് രാഹുലിനെ കുറിച്ച് എന്തൊക്കെയോ മോശമായിട്ട് വിട്ടിത്തരം പറയുന്നുണ്ട്. സരിന് കുറച്ച് മറുപടി കൊടുക്കാം. ഓക്കെ, ആര് വീണു സരിനെ? ചിരിക്കുന്നവന്റെ കഴിവാണ് സരിനെ. ഞാനത് പറഞ്ഞുകൊണ്ട് നടക്കുന്നൊന്നുമില്ല. ഞാനിത് പറഞ്ഞത് ഇപ്പൊ കേരളം പൊതുസംഭവം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ മാത്രമായി നിന്നുള്ള വിമർശനമല്ല. എടാ സരിനെ, നീ എങ്ങനെയെന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയും സരിനെ. അതായത് രാഹുലിന് സീറ്റ് കൊടുത്തത് കൊണ്ടല്ലേ നീ മറ്റേ CPM-ലേക്ക് പോയത്. നിനക്ക് അധികാരത്തിന്റെ ആർത്തിയാണ് സരിനെ. രാഹുലിന് പകരം നീ അവിടെ നിർന്നിരുന്നെങ്കിൽ, അതായത് സരിനാണ് അവിടെ സ്ഥാനാർത്ഥി രാഹുലിന് പകരമെങ്കിൽ, ഉറപ്പായിട്ടും തോറ്റേനെ. സരിനെ, രാഹുൽ എന്ന് പറയുന്നത് ഒരു ജനനായകനാണ് സരിനെ. അതായത് നമ്മുടെ രാഹുൽ നേതാവാണ്. നിന്നെപ്പോലെ ഭരണം വേണം, എനിക്ക് ആർത്തി വേണം, എനിക്ക് സീറ്റ് വേണമെന്ന് പറയുന്നില്ല പാലക്കാടിൽ. ഞങ്ങളെപ്പോലുള്ളവർ എല്ലാ ദിവസവും വീഡിയോ ഇട്ടിട്ട് കോൺഗ്രസ് തന്നെ രാഹുലിന് സീറ്റ് കൊടുക്കണം, അതിനാണ് ഞങ്ങൾ വീഡിയോ ഇടുന്നത്. അല്ലാതെ രാഹുൽ വാശി പിടിച്ചെങ്കിൽ എപ്പോഴേ രാഹുലിന് സീറ്റ് കിട്ടിയാനേ. നാണമുണ്ടോ സരിനെ? ഓക്കെ, നമുക്ക് ആ ഒരു ഞെട്ടിക്കുന്ന ഫോൺ സംഭാഷണം നിങ്ങൾ ഓരോരുത്തരും ക്ലിയറായി കൃത്യമായിട്ട് കേൾക്കണം. രമേശ് ചെന്നിത്തല അടക്കം തോൽക്കുമെന്ന് പറയുന്ന ഫോൺ സംഭാഷണമാണ്. ഓക്കെ, പേര് അബ്ദുൾ റഹ്മാൻ. വടക്കഞ്ചേരി ആലത്തൂർ വടക്കഞ്ചേരി. അപ്പൊ ഇത് ഈ തിരുവനന്തപുരത്ത് AKG സെന്റർ കേന്ദ്രീകരിച്ചിട്ട് ഇവര് കുറെ ആൾക്കാരുണ്ട്. അവര് ഐഡിയ ഇട്ടിട്ട് പാർട്ടിക്ക് വേണ്ടി ഇവര് ചത്തുകുത്തി ഇങ്ങനെ പണികൾ ചെയ്യണം. പാർട്ടിക്ക് വേണ്ടി ചെയ്യണം. എങ്ങനെയെങ്കിലും ആ സീറ്റ് പിടിച്ചെടുക്കാനും ശ്രമമാണ്. അപ്പൊ അത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിയാൽ മതിയല്ലോ. അതന്നെ, അത് രാഹുലിനെ അതായത് വെറുതെ കൊടുക്കുന്നതാണ്. അതായത് ഇപ്പോ രാഹുല് കളത്തിലിറങ്ങിയാൽ, കോൺഗ്രസിൽ ഉണ്ടായാൽ കോൺഗ്രസിന് മിനിമം 110 115 സീറ്റ് കിട്ടും. അങ്ങനെ രാഹുലിനെ തകർക്കാൻ നോക്കുന്നതാണെന്നാണ് നമ്മളൊക്കെ പറയുന്നത്, അല്ലേ? രാഹുലിനെ മത്സരിച്ചില്ല, സീറ്റ് കൊടുത്തില്ല എങ്കിൽ പറവൂരും ഹരിപ്പാട് സീറ്റ് ചിലപ്പോ പോയി കിട്ടും. ഹരിപ്പാട് ചെന്നിത്തല ജയിക്കാൻ സാധ്യതയില്ല, അല്ലേ? 6000 വോട്ട് ഭൂരിപക്ഷത്തിലാണ് ചെന്നിത്തല കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. അപ്പൊ ഈ പ്രതിഷേധം രേഖപ്പെടുത്തിയാൽ ചിലപ്പോ അവിടെ LDF കൊണ്ടുപോകും. അപ്പൊ 8-ന് ചെന്നിത്തലക്ക് തോറ്റാൽ വലിയൊരു നാണക്കേടായിരിക്കില്ലേ? നാണക്കേട്. ചെന്നിത്തല ഇപ്പൊ ഈ VD സതീശനില്ലേ, കാര്യമൊക്കെ ശരി തന്നെ, നല്ല നേതാവാണ്. പക്ഷെ എന്തുകൊണ്ട് രാഹുലിനെ തള്ളി പറയുന്നത്? അതന്നെ ഇപ്പൊ എല്ലാരും ചോദിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ വരുന്ന മെസ്സേജ് എന്ന് പറയുമ്പോ, ഇപ്പൊ കോൺഗ്രസിന് ഉമ്മൻചാണ്ടി സാറിന് ഇത്രയും വലിയൊരു ഫേക്ക് ആയിട്ടുള്ള വാർത്ത മുമ്പ് അങ്ങനത്തെ ഒരു കേസ് വന്നപ്പോ എന്തുകൊണ്ട് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് കുറെ പേര്. ഇപ്പൊ കോടതി പറയുന്നുണ്ടെങ്കിൽ രാഹുൽ കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞെങ്കിൽ ഓക്കെ, നമുക്ക് വിടാം. ഇപ്പൊ കോടതി എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ അതൊക്കെ കൽപ്പിച്ചിട്ട് പറഞ്ഞുണ്ടാക്കിയല്ലോ. അതന്നെ, ഇപ്പൊ കോൺഗ്രസിന് ഇങ്ങനെ പറയാമല്ലോ. അതായത് എന്ന് കോടതി രാഹുൽ കുറ്റക്കാരെന്ന് പറയുന്നു, അന്ന് ഞങ്ങൾ പുറത്താക്കാം. അതുവരെ ഇരിക്കട്ടെ പാർട്ടിയില്. ന്യായം അല്ലേ?
അതാണ് അവർ പറയേണ്ടത്. അവര് തുള്ളിച്ചാടി പാർട്ടിയിൽ നിന്നും പുറത്താക്കി. എന്തൊക്കെയാണ് ചെയ്തത്? സത്യം പറഞ്ഞാൽ ഇത് വലിയൊരു അല്ല മാത്രമല്ല, ഇതിപ്പോ കേരളം മുഴുവൻ അടിക്കുന്നത് അറിയോ? ഇവരിപ്പോ 100-110 സീറ്റ് കിട്ടുമെന്ന് ആകാശത്തോടെ ഇരിക്കുകയല്ലേ. ഓക്കെ, അതെ ഈ അതെ ഒരു അതെ. പ്രശ്നത്തിൽ എങ്ങനെയും ചിലപ്പോ ഭരണം തന്നെ പോയി കിട്ടും. പറയാൻ പറ്റൂല, സത്യാണ്. പറയാൻ പറ്റില്ല, ഭരണം തന്നെ പോയി കിട്ടും. ഇപ്പൊ അനുകൂലമായ തീരുമാനം രാഹുലിനെ നിർത്തി പുല്ല് പോലെ പിന്തുണ കൊടുത്ത് മത്സരിച്ച് ജയിച്ചാൽ നല്ല ഭൂരിപക്ഷം ജയിക്കുകയും ചെയ്യും. കോൺഗ്രസിന് അത് വർക്കൗട്ടാവും ചെയ്യും. അതന്നെ രാഹുലൊക്കെ നിയമസഭയില് ഈ പിണറായി വിജയനെ പറ്റി സംസാരിക്കുന്നത് അതുപോലെ ആരെങ്കിലും സംസാരിക്കണ്ടോ? അല്ലേ? നല്ല സത്യം. കുട്ടികളല്ലേ, അതന്നെ, ആരെങ്കിലും സംസാരിക്കുന്നുണ്ട്? അങ്ങനത്തെ ഒരു നേതാക്കളല്ലേ വേണ്ടത് കോൺഗ്രസ്. അങ്ങനെ നേതാക്കല്ലേ അവര്. ഇപ്പൊ ഷാഫി പറമ്പിലും രാഹുലും ഈ മാത്യു കൊഴുന്താറിനും പിന്നെ എല്ലാം ഈ 4 ചെറുപ്പക്കാരാണ് കോൺഗ്രസിനെ നിലനിർത്തുന്നത്. അതന്നെ ഇതിപ്പോ നമ്മൾ കണ്ടതല്ലേ, പാലക്കാട് പിന്നെ നിലമ്പൂറൊക്കെ ബൈ ഇലക്ഷൻ വന്നപ്പോ ഇവര് കളത്തിൽ ഇറങ്ങിയത് കൊണ്ടാണ്, രാഹുലൊക്കെ കളത്തിൽ ഇറങ്ങിയത് കൊണ്ടാണ് ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. പിന്നെ എത്രയാണ് ഈ രാഹുലിനെ പോലുള്ള അത്ര ഒരു നല്ലൊരു കുട്ടിനെ പാർട്ടി കിട്ടിയിട്ട് അതിനെ നശിപ്പിച്ചാൽ പാർട്ടിക്കുള്ള നഷ്ടകാലം. അതന്നെ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഇല്ലേ, ഇപ്പോ കോൺഗ്രസ് വിചാരിച്ചത് രാഹുലിനെ പാർട്ടിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ കുറെ സ്ത്രീ വോട്ടൊക്കെ പോകുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. സ്ത്രീകൾക്ക് കംപ്ലീറ്റ് അനുകൂലമാണ് ആ കുട്ടിക്ക്. അതന്നെ എല്ലാവരും. ഇപ്പൊ നിങ്ങൾ കമന്റ് ഇപ്പൊ എന്തിലിപ്പോ റിപ്പോർട്ടർ ചാനൽ ഒരു എക്സാമ്പിൾ പറയാം, അതിപ്പോ CPM അനുകൂലിച്ചിട്ടാണ് റിപ്പോർട്ടർ സംസാരിക്കുന്നത്. ആ റിപ്പോർട്ടറിൽ അടക്കം കമന്റ് വരുന്നത് രാഹുലിനെ അനുകൂലിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ നോക്കണ്ടേ? പിന്നെ അത് റിപ്പോർട്ടർ ചാനല് ഭരണം മാറുന്നുള്ള പേടിയിലാണ് ഇപ്പൊ അനുകൂലിക്കുന്നത്. അതിപ്പോ ഇനിയിപ്പോ മാറിക്കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ടാണ് ചെറുതായിട്ട് തിരിയുന്നത്. ഭരണം മാറിയ അമ്മമാരൊക്കെ വെറുതെ ഉള്ളല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ചെറുതായിട്ടും. ഇപ്പൊ അരുൺകുമാറൊക്കെ കുറച്ച് മയത്തിലാണ് വാർത്ത കൊടുക്കുന്നത്. മയത്തിന് സംസാരിക്കാൻ ഇലക്ഷനിൽ എല്ലാവർക്കും അറിയാം ഭൂരിപക്ഷം എങ്ങനെയായാലും ഒരു 90 അടുത്ത് ഭൂരിപക്ഷം കിട്ടുന്ന അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഈ സർവേ അത് ഇതൊക്കെ പുറത്തു വന്നപ്പോൾ അല്ലേ? അങ്ങനെയാണ്. 86 സീറ്റ് 90 സീറ്റ് എല്ലാ സർവേയിലും അതല്ലേ പറയുന്നത്. എല്ലാ സർവേ അങ്ങനെയാണ് പറയുന്നത്. മിനിമം 90 സീറ്റ് എന്തായാലും കോൺഗ്രസിന് കിട്ടും എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ടാണ് കുറച്ച് മയത്തിൽ വാർത്ത കൊടുക്കുക. ഇല്ലെങ്കിൽ അരുൺകുമാറൊക്കെ അല്ല, മോന്റെ വീടോടാണ്? ഏത് മോന്റെ വീടോടെ? ഞാൻ കാസർഗോഡാണ്. കാസർഗോഡ്. ഞാൻ പാലക്കാട് ജില്ല. അത് ശരി. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാനൊരു വ്യവസായവും ഒരു കടക്കാരനൊക്കെയാണ്. ജ്വല്ലറി ഒക്കെ ഉണ്ട്. ജ്വല്ലറി ഒക്കെ ഉണ്ടാ? ഏടാ? വടക്കഞ്ചേരി. വടക്കഞ്ചേരിയിലല്ലേ? അപ്പോ അതില് അനുകൂലമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പൊ അനുകൂലമായ രീതിയിൽ അല്ലേ? അത് മുതലെടുത്തില്ല പാർട്ടി കർഷകരാണ്. ശരിയാണ്. അത് കാരണം ഈ ചെന്നിത്തലടക്കം തോൽക്കാൻ സാധ്യതയുണ്ട്. ചെന്നിത്തലൊക്കെ തോറ്റാൽ കേരളത്തിന്റെ അത് എന്ത് ഇപ്പൊ ഭരണം കിട്ടിയിട്ടും കാര്യമില്ല. ചെന്നിത്തലൊക്കെ തോറ്റാൽ ചെന്നിത്തല, മുരളീധരൻ, VD സതീശൻ അല്ലേ? പരസ്യമായിട്ട് പിന്തുണ കൊടുത്തത് നമ്മുടെ K. സുധാകരൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ മുരളീധരൻ കഴിഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. അതായത് രാഹുലിന് സീറ്റ് കൊടുക്കരുത് എന്നൊക്കെ മുരളീധരനൊക്കെ ഭയങ്കരമാണ് പറയുന്നത്. കാരണം മുരളീധരന്റെ തന്തക്കും തള്ളക്കും ഒക്കെ ഒരു പ്രാവശ്യം പത്മജ BJPക്ക് പോയപ്പോ വിളിച്ചിരുന്നല്ലോ. അതിന്റെ ഒക്കെ പകയുണ്ട്. ഇതിപ്പോ VD സതീശന്റെ സ്വന്തം നാട്ടുകാരൊക്കെ പറയുന്നത് ഞങ്ങള് വോട്ട് ഇടൂല എന്നൊക്കെയാണ്. പിന്നെ കണ്ടറിയണം എന്താവും എന്നൊക്കെയാണ്. ഈ കുട്ടം നിർത്തിയില്ലെങ്കിൽ പാർട്ടി കണ്ടറിയേണ്ടി വരും. 8ന്റെ പണി കിട്ടും. സത്യം പറഞ്ഞാൽ കുറെ വോട്ട് BJPക്ക് ഒക്കെ പോകും. 100 അത് ഓരെന്ത് കോൺഗ്രസ്. പാലക്കാട് ഉറപ്പായിട്ട് BJP കൊണ്ടുപോകും. അവിടെ ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്നുണ്ടെന്ന് പറയാം. രമേശ് പിഷാരടി. അതാണിപ്പോ കോൺഗ്രസ് ഇപ്പൊ നിലവിൽ ചർച്ച ചെയ്യുന്നത്. അതായത് എങ്ങനെയെങ്കിലും നമ്മുടെ രാഹുലിന് സീറ്റ് കൊടുക്കണം, ഇല്ലെങ്കിൽ 8ന്റെ പണി കിട്ടും കോൺഗ്രസ് തന്നെ മനസ്സിലായി. ഭരണവും പോകും, ചില പാലക്കാട് സീറ്റും പോകും. ഭരണം ഒരിക്കലും കിട്ടൂല. അത് ഉറപ്പാണ്. അത് ഷാഫി പറമ്പിലിന്റെ ഒക്കെ എങ്ങനെയോ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കി ആ ഒരു ഉറപ്പായിട്ടും ആ ഒരു സീറ്റേ പോകും. ഇവരൊരു 3-4 കുട്ടികളാണ് പാർട്ടിനെ നിലനിർത്തുന്നത്. സത്യം പറഞ്ഞാല് ഷാഫി പറമ്പില്, രാഹുൽ മാങ്കൂട്ടം, പിന്നെ ചാണ്ടി ഉമ്മൻ. ശരിയാണ്. ചാണ്ടി ഉമ്മൻ, മറ്റേ അഡ്വക്കേറ്റ് ഇല്ല, മറ്റേ പയ്യൻ, മനസ്സിലായി. മാത്യു കൊഴുന്താടൻ. അത് ശരി. ഇവരൊക്കെയാണ് ഇപ്പൊ പാർട്ടിക്ക് മുതലക്കൂട്ട്. സത്യം പറഞ്ഞാലാ അതുകൊണ്ടാണ് പാർട്ടി ഇപ്പൊ നിലനിൽക്കുന്നത്. ഇത്രയും മറ്റേ ഇലക്ഷനിൽ ഇത്രയും അധികം നല്ല സീറ്റ് കിട്ടി. അവരൊക്കെ നേതാക്കന്മാരൊക്കെ കഴിവുള്ളവരുടെ എങ്കിൽ കൂടിയിട്ട് ഈ വളർന്നു വരുന്ന തലമുറയെ നശിപ്പിക്കാൻ പാർട്ടിയെ മെനക്കെട്ടാൽ പിന്നെ അവർ രക്ഷപ്പെടും. എന്താ അതന്നെ സത്യം. ഈ ദേഷ്യം എല്ലാവർക്കും ഉണ്ടാവും അല്ലേ?
ശരി എന്നാ. ഓക്കെ ഞാൻ ഇതിനെ അപ്ലോഡ് ചെയ്യും, പ്രശ്നമില്ലല്ലേ? ഒരു പ്രശ്നമില്ല. ഓക്കെ, ഒരു കാര്യം കോൺഗ്രസിനോട് പറയുകയാണ്, സ്നേഹപൂർവ്വം പറയുകയാണ്, രാഹുലിന് സീറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ വലിയൊരു പ്രശ്നമാണ്. ഒരു പക്ഷേ ഇപ്പൊ നമ്മൾ കണക്കാക്കുന്ന എല്ലാ സർവേയിലും പറയുന്നത് 90 മുതൽ 100 വരെ സീറ്റ് കോൺഗ്രസിന് കിട്ടുമെന്നാണ്. രാഹുലിനെങ്ങാനും സീറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഭരണമടക്കം പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കോൺഗ്രസ്സുകാരാ. നിങ്ങൾ രാഹുലിനെ സീറ്റ് കൊടുത്തുകൊണ്ട് രാഹുലിന് നിങ്ങൾ, അതായത് നിങ്ങളുടെ അടുത്ത് രാഹുലിനെ നിർത്തി കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഒരു നേതാവാണ് രാഹുലിന് ഞങ്ങൾ സീറ്റ് കൊടുക്കുന്നു എന്ന് നിങ്ങൾ രാഹുലിനെ കൂട്ടത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നു കോൺഗ്രസ്സുകാരാ, 90 എന്നല്ലേ നിലവിലെ കണക്കുള്ളത്, അത് 110 മുതൽ 115 വരെ ആ കണക്കിലേക്ക് എത്തും. ഇത്തവണ LDF 30 സീറ്റ് വരെ കിട്ടൂല എന്നാണ് ചില പോളുകൾ, ചില ഒപ്പീനിയൻ സർവേകളൊക്കെ പറയുന്നത്. അതുകൊണ്ട് രാഹുലിനെ നിങ്ങൾ നിങ്ങളുടെ സീറ്റിലേക്ക് എങ്ങനെയെങ്കിലും രാഹുലിനെ പാർട്ടിയിൽ എത്തിക്കണം. ഇല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാ ഈ പറയുന്ന പാലക്കാടിൽ 100% BJP ജയിക്കും. രാഹുൽ സ്വതന്ത്രനായി നിന്നാലും അവിടെ BJP ജയിക്കും. കാരണം രാഹുലിന് കോൺഗ്രസിന്റെ എല്ലാ വോട്ടും രാഹുലിന് കിട്ടും. രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ രാഹുലിന് വോട്ടിടും. എന്നാലും മറ്റേ BJP ജയിക്കാൻ സാധിക്കും. ഒരു പക്ഷേ രാഹുൽ ജയിക്കും, അല്ലെങ്കിൽ BJP ജയിക്കും, അങ്ങനെയാണ്. അതുകൊണ്ട് എന്തിനാണ് ഇത്രയും വലിയൊരു റിസ്ക് എടുക്കുന്നത് കോൺഗ്രസ്സുകാരാ? VD സതീശനോട് ഒരു കാര്യം പറയുകയാണ്, സ്നേഹപൂർവ്വം പറയുകയാണ്, എന്തിനാണ് VD സതീശൻ സാറേ ഇത്രയും വലിയൊരു റിസ്ക് എടുക്കുന്നത്? രാഹുൽ നിങ്ങൾ സീറ്റ് കൊടുക്കൂ. നിങ്ങൾ തന്നെ നോക്കണം, ആരെങ്കിലും രാഹുലിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കോണ്ടന്റ് ഇടുന്നെങ്കിൽ അതിന് താഴെ പോസിറ്റീവ് കമന്റാണ്. എൻ്റെ പൊന്നു സതീശ, എൻ്റെ പൊന്നു രമേശ് ചെന്നിത്തലയോട് പറയുക, സ്നേഹപൂർവ്വം പറയുക, ചെന്നിത്തല ഒന്ന് സീറ്റ് കൊടുക്കും നിങ്ങൾ. അപ്പോൾ ഇന്ന് രാത്രി 8 മണിക്ക് മുതൽ നമ്മൾ തുടങ്ങാം. ഓക്കെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായം എനിക്ക് വിളിച്ച് പറഞ്ഞാൽ മതി. പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്, നിങ്ങൾ വിളിച്ച് പറയുമ്പോൾ ആ സ്പോട്ടിന് ടെലികാസ്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയൊക്കെ പ്രശ്നം വരും. അതുകൊണ്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.